ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ. LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ICT എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ IT അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഒരു സംരംഭമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് IT അറ്റ് സ്കൂൾ എന്ന ഒരു സംരംഭം. IT അറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം 2001 ആണ്. 2001 ഈ പദ്ധതി ആരംഭിക്കുന്നത്. 2017 IT അറ്റ് സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റിയിട്ടുണ്ട്. കേരള വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ആദ്യത്തെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനിയായിട്ടുള്ളത് കൈറ്റ് ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റിൻ്റെ മുഴുവൻ പേര്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് ഇത് കൈറ്റ് എന്ന് പറയുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ്. കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനം സമ്പൂർണ്ണ എന്ന് പറയുന്നതാണ്. വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ. 2010 ഇത് ആരംഭിച്ചത്. സംസ്ഥാനത്തെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനമാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത്. പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതിൻ്റെ ഭാഗമായി 8 മുതൽ 12 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്ന ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഹൈടെക് സ്കൂൾ എന്നത്. ഹൈടെക് ക്ലാസ് മുറിക്കായി അനുവദിച്ച ICT ഉപകരണങ്ങളാണ് ലാപ്ടോപ്പ്, മൾട്ടിമീഡിയ പ്രൊജക്ടർ, വൈറ്റ് ബോർഡ്, ശബ്ദ സംവിധാനം അതായത് ലൗഡ് സ്പീക്കർ തുടങ്ങിയവ. 2016 ഈ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത്. 2016 സെപ്റ്റംബർ മുതൽ ആലപ്പുഴ, പുതുക്കാട്, കോഴിക്കോട് നോർത്ത്, തളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ ആരംഭിച്ചു. ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത് IT അറ്റ് സ്കൂളാണ്. ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന സംവിധാനങ്ങളാണ് ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് പാഠപുസ്തകം, എല്ലാ വിഷയങ്ങളുടെയും പഠനത്തിന് സഹായകമാകുന്ന ഡിജിറ്റൽ ഉള്ളടക്ക ശേഖരണം, എല്ലാവർക്കും മുഴുവൻ സമയ പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്ന സമഗ്ര പോർട്ടൽ, ലേണിംഗ്, ലേണിംഗ് മാനേജ്മെൻറ്റ് സംവിധാനം, മൂല്യനിർണ്ണയ സംവിധാനങ്ങൾ തുടങ്ങിയവ. 2019 അവസാനത്തിൽ തുടങ്ങി 2020-21 കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവൻ പിടിച്ചുലക്കിയ മഹാമാരിയായ COVID-19 പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഠനാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ എന്ന് പറയുന്നത്. 2020 ജൂൺ 1 ഇത് ആരംഭിച്ചത്. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കൈറ്റ് വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര എന്നത്. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കൈറ്റ് വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര. കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂൾ. ഇതിൻ്റെ ഫുൾ ഫോം കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നതാണ്. ഇന്ന് വിശദീകരിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം. കേരളത്തിലെ സ്കൂളുകളിൽ IT അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് IT അറ്റ് സ്കൂൾ എന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ്. അതിൻ്റെ ഫുൾ ഫോമും അതുപോലെ മറ്റു വിശദാംശങ്ങളും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി IT അറ്റ് സ്കൂളിൻ്റെ കീഴിൽ വന്നിട്ടുള്ള പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് കൈറ്റ് വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പരിശീലനം നൽകുന്ന പോർട്ടലാണ് കൂൾ എന്നത്.
അപ്പോൾ ഇന്ന് പഠിച്ചിട്ടുള്ള ITET സ്കൂൾ, സമഗ്ര, കൂൾ, അതുപോലെ ഹൈടെക് സ്കൂൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇൻ്റർവ്യൂവിനെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ച് അറിയാത്തവ വീണ്ടും വീണ്ടും നോക്കി ഒന്നുകൂടെ മനസ്സിലാക്കി വെച്ചിട്ട് എല്ലാവരും ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബാക്കി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് വരാം. അപ്പോൾ ബൈ ബൈ.